കേരളം മഴക്കെടുതിയിലായിരുന്നപ്പോൾ മുഖ്യമന്ത്രി കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററിൽ പറന്നത് എന്തിനായിരുന്നു എന്നുള്ളത് വലിയ വിവാദമായിരുന്നു. അതൊരു വലിയ വിവാദമാക്കിയത് മറ്റാരുമല്ല, റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ആയിരുന്നു. പറഞ്ഞതെന്തും പിന്നീട് അബദ്ധമായി പോകുന്ന അരുൺകുമാറിന് ഈ പറഞ്ഞതിലും ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ആദ്യം കാണുക. അങ്ങ് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ആരോഗ്യത്തോടെ ഇരിക്കണം തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അതിനുശേഷം അങ്ങ് 2 പരിപാടി പങ്കെടുത്തു. അതിലൊന്ന് റോസ്മഞ്ചിൽ നടന്നൊരു പരിപാടിയാണ്. അതിനുശേഷം അങ്ങ് ഒരു പരിപാടിയിൽ പങ്കെടുത്തു, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ. ആ പരിപാടിയെക്കുറിച്ചാണ് ആദ്യം നേരത്തെ സൂചിപ്പിച്ചത്. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈ മീ കോഫി എന്ന് പറയുന്ന. അദ്ദേഹം പറഞ്ഞത് കേരളം മഴക്കെടുതിയിലായിരുന്നപ്പോൾ മുഖ്യമന്ത്രി ഒരു കാപ്പിക്കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കോഴിക്കോട്ടേക്ക് പോയി എന്നാണ്. വെറും ഒരു കാപ്പിക്കട എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ആക്ഷേപിച്ചത് എന്തിനായിരുന്നു എന്നറിയുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഈ കാപ്പിക്കട എന്ന് പറയുന്നത് അതൊരു ചെറിയ സ്ഥാപനമായിരുന്നില്ല. അത് കേരളത്തിൻ്റെ മുഖവരയെ തന്നെ മാറ്റിമറിക്കുന്ന, ലോകത്തിൽ എവിടെ ചെന്നാലും കേരളത്തിന് വലിയൊരു രീതിയിൽ മുൻതൂക്കം കൊടുക്കുന്ന 2 യുവാക്കളുടെ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു അത്. 120 രാജ്യങ്ങളിലായി 400 കോടിയിലധികം സമ്പദ് വ്യവസ്ഥയുള്ള ഒരു വലിയ ബ്രാൻഡാണ് ബൈ മീ എ കോഫി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ലോകപ്രശസ്തമായ സിലിക്കൺ വാലിയിലെ ടെക് ആക്സിലേറ്റർമാരായ വൈ കോമ്പീറ്റർ പോലെയുള്ളവർ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്, ബൈ മീ എ കോഫി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് 300-400 കോടിയിലധികം സമ്പദ് വ്യവസ്ഥയുള്ള ഒരു ബ്രാൻഡായി ഇന്ന് ലോകമെമ്പാടും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് 2 യുവാക്കൾ, കോഴിക്കോട് കക്കാട് സ്വദേശികളായിട്ടുള്ള 2 യുവാക്കൾ ഇന്നത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ തല ഉയർത്തിപ്പിടിക്കാനിരിക്കുന്ന നാളത്തെ വലിയ 2 പ്രതീക്ഷകളായിട്ടാണ് ഈ 2 യുവാക്കളെ കാണുന്നത്. അത്തരമൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയതിനെക്കുറിച്ചാണ് ശ്രീ അരുൺകുമാർ ഇത്രയധികം ആക്ഷേപത്തോടെ ഒരു കാപ്പിക്കട എന്ന രൂപേണ അതിനോടുപമിച്ച് അദ്ദേഹം സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള റിപ്പോർട്ടറായിട്ടുള്ള മാധു സജി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് അരുൺകുമാർ എന്നുള്ളത്. ഇത്തരത്തിലാണോ അദ്ദേഹത്തിൻ്റെ അറിവ് പോകുന്നത്, ഏത് രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്നതെന്ന് ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രീതിയിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ജനപ്രതിനിധികളെയോ അദ്ദേഹം ഇത്തരം നെഗറ്റീവ് കട്ടുകൊടുത്തുകൊണ്ട് ഒരു കാര്യത്തെ സംസാരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വീണ്ടും ക്ഷമാപണം നടത്തി വീണ്ടും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് ബൈറ്റുകൾ നമ്മൾ ഓരോന്നായി കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയും അതുപോലൊരു ബൈറ്റ് നമ്മൾ കണ്ടു. അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു കാപ്പിക്കടയല്ല, ബൈ മീ എ കോഫി എന്നുള്ളത് ഒരു കോഫിയല്ല എന്ന് പറയുന്നത് ശരിയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ഈ VIP മൂവ്മെൻറ്റിൻ്റെ രജിസ്റ്ററാണ് എനിക്ക് കിട്ടിയത്. ആ കിട്ടിയ സമയത്താണ് ഞാനത് പറഞ്ഞത്. അതിനു മുമ്പ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്. അത് കോഫി ഷോപ്പല്ല, ഞാൻ തിരുത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും മറിച്ചും തിരിച്ചും മാറിയും തിരിഞ്ഞും സംസാരിക്കാൻ വളരെയധികം അഗ്രഗണ്യനായി കഴിവുള്ള ശ്രീ അരുൺകുമാർ കുറച്ചെങ്കിലും വിവേകത്തോടുകൂടി, കുറച്ചെങ്കിലും ബുദ്ധിയോടുകൂടി ഇനി അടുത്തുള്ള കാര്യങ്ങളെ സമീപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.